മൈ ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് EDP. അല്ലെ, എന്തിനാണ് EDP ഈ അതായത് ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഒബ്ജക്റ്റീവ്സിന് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്നും ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്നും പറയുന്നുണ്ട്. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഈ വെൻ ഫിനിഷ് ദാറ്റ് പ്രോഗ്രാം ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടുന്ന റിസൾട്ട്. ആഫ്റ്റർ കംപ്ലീഷൻ എ പ്രോഗ്രാം ത്രൂ ദാറ്റ് പ്രോഗ്രാം ദി ഓണ്ടർപ്രണേഴ്സ് ഓർ ദി ട്രെയിനി ഇമ്മീഡിയറ്റ്ലി അച്ചീവ് ചെയ്യുന്നതാണ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് പീരീഡ് ആഫ്റ്റർ ഒരു ട്രെയിനിങ്ങോട് പാർട്ടിസിപ്പൻ്റ് എക്വിപ്പ് ചെയ്യുന്ന ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു, ഈ ട്രെയിനിങ്ങിന് പോകുന്നുണ്ടാവുകയാണല്ലോ. പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണർക്കാണല്ലോ ഓണ്ടർപ്രണർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഏതാണ് ഒരു പ്രൊജക്റ്റ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള ഒരു ഐഡിയ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എങ്ങനെയാണ് ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കുന്നത്, ഫോർമുലേഷൻ ഓഫ് പ്രൊജക്റ്റ് സഹായിക്കും. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അതിൻ്റെ പ്രോസസ്സ് എന്താ, പ്രൊസീജിയർ എന്താ അത് മനസ്സിലാവും. പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ സഹായിക്കും, പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ട പ്രൊസീജിയർ മനസ്സിലാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഒരു ബിസിനസ് ഒരു എൻ്റർപ്രൈസസ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതൊക്കെ സോഴ്സുകളാണ് വേണ്ടത്, അതായത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, അതിൻ്റെ സോഴ്സ് കിട്ടും. അതുപോലെ തന്നെ ഞാനൊരു ഓണ്ടർപ്രണർ ആവാൻ വേണ്ടിയിട്ട് മെൻ്റലി തന്നെ ആഫ്റ്റർ ഫിനിഷിങ് കോഴ്സ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം ഓക്കെ ഞാൻ ഓണ്ടർപ്രണർ ആവാം. കാരണം ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ട്രൈബ്സ് ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിലാണ് ഓണ്ടർപ്രണർ ആവാൻ പറ്റുള്ളൂ. എന്തിനിപ്പോൾ ഇങ്ങനെ സമ്പാദിച്ചിട്ട്, അല്ലെങ്കിൽ എന്തിനിപ്പോൾ ഇതൊക്കെ അത്രയൊക്കെ മതിയില്ലേ, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം മാത്രം, ലിമിറ്റഡ് ആഗ്രഹങ്ങൾ മാത്രമാണെങ്കിൽ ബിസിനസ് അത്രാണ്ട് ഈ പറയുന്ന ഓണ്ടർപ്രണർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആവേ സെക്കൻഡ് ജനറേഷനിലേക്ക് വരും, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോൾ ഓണ്ടർപ്രണർ ആവാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. അങ്ങനെ പറഞ്ഞാൽ പോസിറ്റീവായിട്ട് ഓണ്ടർപ്രണർക്ക് കിട്ടുന്ന കുറേ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് പറയുമ്പോൾ അവരത് ഫുൾഫിൽഡ് ആവും, അവരുടെ ഡിസയർ ഡ്രൈവൊക്കെ സ്ട്രോങ് ആവും. അങ്ങനെ ഒരു മെൻ്റലി ഓണ്ടർപ്രണറെ ആക്കി കൊടുക്കും. അപ്പോൾ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സിൽ 5 എന്താണുള്ളത്. ഒന്ന്, പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാൻ സഹായിക്കും, പ്രൊജക്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കും, പ്രൊസീജിയർ മനസ്സിലാക്കാൻ സഹായിക്കും, ബിസിനസ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏതൊക്കെ സോഴ്സാണ് അറിയേണ്ടത് അതൊക്കെ മനസ്സിലാക്കി കൊടുക്കും. ദെൻ മെൻ്റലി പ്രിപ്പയർ ചെയ്യും. ഇനി ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എട്ടുന്നുണ്ട്. അതായത് ഒരു പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണർ ഐഡൻറ്റിഫൈ ചെയ്യുക, അത് ട്രെയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഒരു ബിസിനസ് ഓണ്ടർപ്രണർക്ക് ആവശ്യമുള്ള എന്തൊക്കെ സ്കില്ലുകളോ നോളജുകളാണോ വേണ്ടത്, കപ്പാസിറ്റി വേണം, അതിനെക്കുറിച്ച് അവരിൽ എത്തിച്ചു കൊടുക്കുക. മാനേജറിൽ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കി കൊടുക്കുക. ഒരു സ്മോൾ സ്കെയിൽ മീഡിയം സ്കെയിലും ഓണ്ടർപ്രണർ ആവാൻ വേണ്ടിയിട്ട് സഹായിക്കുക. ഒരു ഓണ്ടർപ്രണർ ആകുമ്പോൾ കിട്ടുന്ന പ്രോസും കോൺസിനെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കൊടുക്കുക. അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, ഇപ്പോൾ റൺ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ റൂറൽ ബാക്ക്വേർഡ് റീജിയനിലെ ആൾക്കാർക്ക് ഇൻഡസ്ട്രി എന്താണ് അതിനെക്കുറിച്ച് തീരെ അറിയാത്ത ഒരാൾക്കും അങ്ങനെ റൂറൽ ഏരിയാസിലെ ആൾക്കാർക്ക് അറിയുന്നുണ്ടാവെങ്കിലും പറയുക പ്രൊസീജിയറൊക്കെ മനസ്സിലാക്കി കൊടുക്കും. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് യൂത്തിന് കൊടുക്കും. അതാണ് ഓണ്ടർപ്രണേഴ്സിൻ്റെ എന്താ പറയുക ഉള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓണ്ടർപ്രണർഷിപ്സിൻ്റെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് കിട്ടുക, ആഫ്റ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങളെക്കുറിച്ച് ഷോർട്ട് ടേം ഇമീഡിയറ്റ്ലി കിട്ടുന്നതാണ്. ഒരു ലോങ് ടേം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അധികം ആ ബെനിഫിറ്റ്സ് കിട്ടും. അത് ജസ്റ്റ് ഷോർട്ടും ലോങ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഉള്ളൂ. പക്ഷേ ഒബ്ജക്റ്റീവ്സിൻ്റെ എഴുതിക്കോളൂ. നീഡ് പറഞ്ഞ പോലെ നീഡിൽ നിന്ന് കിട്ടുന്ന തന്നെയാണ് ഈ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഈ ഒബ്ജക്റ്റീവ്സ് ഓണ്ടർപ്രണർഷിപ്സിൻ്റെ മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നപ്പോൾ നിങ്ങൾ നോക്കി ഒരു ഞാൻ ഓണ്ടർപ്രണേഴ്സിൻ്റെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഓണ്ടർപ്രണേഴ്സ് ഒരു മെറ്റീരിയൽ അയച്ചു തന്നിട്ടുണ്ടല്ലേ, നീഡ് ഓഫ് ഓണ്ടർപ്രണേഴ്സിൻ്റെ മെറ്റീരിയൽ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഗ്രാമിൻ്റെ നോട്ട്സ് പറഞ്ഞിട്ട് അയച്ചു തന്നിട്ടായിരുന്നു. അതിലും നിങ്ങൾക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് കാണാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അതായത് ഈ പറയുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സാണ്.
കുറേ പ്രോഗ്രാമായിട്ട് കുറേ എഴുതണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഓണർബിൾ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ എന്താ പറയുക നോട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഒബ്ജക്റ്റീവ്സ് അതായത് പ്രൊമോഷൻ ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ജനറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, പ്രൊമോഷൻ ഓഫ് ഫസ്റ്റ് ജനറേഷൻ ബിസിനസ്മാൻ, അവയർനെസ് അബൌട്ട് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, ഇമ്പോർട്ട് ട്രെയിനിങ്, ബോർഡ് വിഷൻ, റിമൂവ് ഡൗട്ട്സ് ഓഫ് ഓണ്ടർപ്രണേഴ്സ് ആൻഡ് ഗിവ് എ സൊല്യൂഷൻ ടു ദെയർ പ്രോബ്ലംസ്, create successful entrepreneurs, creation of conduct and healthy environment for growth of development എന്ന് പറഞ്ഞിട്ട് 9 പോയിൻ്റ് വരുന്നുണ്ട്. ഇതിൽ എക്സ്പ്ലനേഷനുള്ള പോയിൻറ്റ്സാണ്. ആ പോയിൻറ്റ്സ് പഠിക്കണമെങ്കിൽ അങ്ങനെയും പഠിച്ചോളൂ. ഓക്കെ, എന്തായാലും ഒബ്ജക്റ്റീവ്സ് ഇതൊക്കെ ഒബ്ജക്റ്റീവ്സ് ഓണ്ടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള നോട്ട്സ് നിങ്ങൾക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ ഏതാ ഒബ്ജക്റ്റീവ്സെങ്കിൽ രണ്ടും കൂടിയിട്ട് ഇതിൽ വെറും പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങളിപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓണ്ടർപ്രണർ നോക്കിയപ്പോൾ വാട്ട് ഇസ് ഓണ്ടർപ്രണർ ഒബ്ജക്റ്റീവ്സ് ചെറിയ എക്സ്പ്ലനേഷൻ ചോദ്യങ്ങൾക്കനുസരിച്ച് വേണം നിങ്ങൾ ഉത്തരം എഴുതാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ആൻ ഓണ്ടർപ്രണർ നോട്ട്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് നോട്ട്സാണ് ഇഷ്ടപ്പെടുമെങ്കിൽ അത് നോട്ട്സ് വെച്ച് പഠിച്ചോളൂ കേട്ടോ.